കേരള ചാനൽ ചർച്ചയിലെ സുഖങ്ങളാണ്. വലതുപക്ഷത്ത് എന്റെ PR ശിവശങ്കർ, ഇടതുപക്ഷത്ത് എന്റെ പ്രിയപ്പെട്ട അരുൺകുമാർ. വെൽക്കം അരുൺ. ആകെ വീർത്തല്ലോ, ഇവിടെ വീർത്തിട്ടില്ല. ഭരണകക്ഷിയായി വീർക്കേണ്ടതാണോ? അതല്ല, എന്റെ നടത്തം തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങാൻ പോണേ ഉള്ളൂ. എന്റെ വീർപ്പ് കണ്ടിട്ടില്ല. ശരിയാണ് കേട്ടോ, ഇവരൊക്കെ നല്ല ഈ അരുൺ ഇനി വേർക്കില്ല, ഞാനാണ് ഇനി വേർക്കാൻ പോണത്. ഓക്കെ, എങ്ങനെയാണ് മൊത്തത്തിൽ? ഉഷാറാണ്, വലിയ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് മുന്നോട്ട് പോയി. എറണാകുളം ഒരു ടൗണിൻ്റെതായ എല്ലാ ശിവശങ്കരനല്ലേ എറണാകുളത്തിന്റെ കുറച്ച് ചുമതല? അല്ലല്ല, എനിക്ക് ചുമതല പാലക്കാടായിരുന്നു. ഉഷാറായിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നല്ല ഫുൾ സിംഗിലാണ്. ഞങ്ങൾ ശക്തമായ മുന്നേറ്റം ആണ് ഇപ്പോൾ ഈ താഴേക്കടയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഗ്രൗണ്ട് ലെവലിൽ വി ഗോട്ട് എ വെരി ഗുഡ് സപ്പോർട്ട്. ഈ മോദി വന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ടോപ്പ് ഗിയറിലേക്ക് വന്നിട്ടുണ്ടോ ഇന്നലത്തെ ഷോയ്ക്ക് ശേഷം? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ ഫസ്റ്റ് ഷോയ്ക്ക് ഇവിടെയാണല്ലോ, തൊട്ട് മുമ്പിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഷോ നടന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ ടോപ്പ് ഗിയറിലായി. ഇന്നലത്തേത് കുറച്ചുകൂടി ഒരു ഐസിംഗ് ഓൺ ദ കേക്ക്, കുറച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. വി ഗോട്ട് എ വെരി ഗുഡ് റെസ്പോൺസ് ഫ്രം ദ മാർക്കറ്റ്. അതായത് ഏത് സർക്കാർ വന്നാലും നിങ്ങൾ നിർണായകമാവുമെന്നാണ് നിങ്ങളുടെ നേതാക്കളെല്ലാം എന്നെ കാണുമ്പോൾ പറയുന്നത്. ശരിയാണോ? ഒരു സംശയമില്ല, ഞങ്ങൾ ആയിരിക്കും നിർണായക ശക്തി. ഞങ്ങൾ നിയന്ത്രിക്കും. ഞങ്ങൾ ഒരുപക്ഷെ ഭരിക്കുക തന്നെ ചെയ്യും. അതിന്റെ ടാക്ടിക്സ് ഞാൻ 9 തീയതി ശേഷം പറയാം. ഭരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഞങ്ങൾ നിയന്ത്രിക്കും, ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു 5 സീറ്റ് കിട്ടും എന്നൊരു പ്രതീക്ഷ BJP നേതാക്കൾക്ക് കിട്ടും. 5 കൂടുതൽ കിട്ടും. 2ാം സ്ഥാനത്തുള്ള ധാരാളം സീറ്റുകളുണ്ട്, അതല്ലെങ്കിൽ 1ാം സ്ഥാനത്തുള്ള ധാരാളം സീറ്റുകളുണ്ട്. ഒരു അടിയൊഴുക്ക് സൈലന്റ് ആയിട്ടുണ്ടെന്നാണോ? ഒരു സംശയവുമില്ല. അടിയൊഴുക്ക്, ഒരു തൃശ്ശൂർ മോഡൽ അടിയൊഴുക്ക് നിങ്ങൾക്ക് ഭാവിയിൽ മറ്റത്തൂരാണോ ഉദ്ദേശിച്ചത്? എല്ലാ സ്ഥലങ്ങളിലും, പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇനി അത് ഏതെങ്കിലും പലതരം കലക്കുകൾ, പൂരം കലക്കി ജയിച്ചു എന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞതുപോലെ പലതും നിങ്ങൾക്ക് പറയാനുള്ള സ്കോപ്പ് ഉണ്ട്. അത് പൂരം കലക്കിയാണോ ജയിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇവരല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇവരുടെ IB ഒക്കെ മന്ത്രിമാർ നിൽക്കണു, MLA മാർ നിൽക്കണു, MP നിൽക്കണു. ഇവരൊന്നും അറിയാതെ ഞങ്ങൾക്കത് സുരേഷ് ഗോപിക്ക് കലക്കണമെങ്കിൽ അപ്പോൾ പിന്നെ ഞങ്ങളല്ലേ ജയിപ്പിക്കേണ്ടത്? ഇത്തരം മിടുക്കന്മാരുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതിനുശേഷം ചാനലിലേക്ക് വരാം. കുറച്ചു നേരം വേണേ നിങ്ങൾ. അപ്പോൾ ഈ FCRA പാരയാവൂ? ഇന്നിപ്പം പാർലമെന്റ് എടുക്കുന്നുണ്ട് ചർച്ചയ്ക്ക്. ഞാൻ അതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടായാലും, അവർക്കൊരു വിദേശ സംഭാവന കൊണ്ട് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ധാരണ ശരിക്കും അവരെ കളിയാക്കുന്നത് പോലെയാണ്. അവരെന്തോ വിദേശത്ത് നിന്ന് നിരന്തരം പണം മേടിച്ച് ജീവിക്കുന്നു എന്നുള്ള ധാരണയൊന്നും വേണ്ട. അവർ പല രാജ്യങ്ങളെക്കാൾ ശക്തരാണ്. ഇപ്പോൾ ഇന്ത്യയാണ് അങ്ങോട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. തിരിച്ച് കേരളത്തിലെ ന്യൂനപക്ഷം, മതന്യൂനപക്ഷം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റ് രാജ്യത്തെ പാവപ്പെട്ടവർക്ക് സഹായിക്കേണ്ട തരത്തിലുള്ള ഉയർച്ച വന്നു മോഡി വന്നതിന് ശേഷം. സഭയുടെ നിലപാട് നിർണായകമാണ്. ഇന്നലെ എല്ലാ സഭകളും ആശങ്ക പ്രകടിപ്പിച്ചു. അല്ല, ആശങ്കയുണ്ടാവും, അത് ഞങ്ങൾ നികത്തും. അത് ആശങ്ക കൂട്ടാനായിട്ട് അരുൺ ശ്രമിക്കരുത്. ഞങ്ങൾ ഇവിടെ അരുൺ കൂടെ ഉണ്ട്. അരുൺ, എങ്ങനെ രാവിലെ നടത്തമൊക്കെ കഴിഞ്ഞു? താങ്കൾ ചോദിച്ചല്ലോ ഒരു മറ്റത്തൂരിന്റെ കാര്യം. ഇവിടെ അതിർത്തി പങ്കിടുന്ന വടവുകൂട് പുത്തൻകുരിശ് പഞ്ചായത്തുണ്ട്. NDAക്ക് 2 സീറ്റ്, UDFന് 7 സീറ്റ്. അവർ 9 പേരും കൂടിയിട്ടാണ് ഭരണം നടത്തുന്നത്. അതെങ്ങനെ സാധ്യമായി? നിങ്ങൾ ദേശീയ തലത്തിൽ കീരിമാമ്പൂല്ലേ? ദുഷ്മൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പല സ്ഥലത്തും ഈ തൃപ്പൂണിത്തുറയിൽ ഇവർ തമ്മിൽ യോജിച്ചിട്ടല്ലേ പല സീറ്റുകളും മറ്റേ ഈ പറയുന്ന ഞങ്ങളുടെ ചെയർമാനെതിരെയുള്ള കമ്മിറ്റി കൂടിയത്. എല്ലായിടത്തും ഡീലെന്ന് അവർ പറയണേ. ഇത് മഹാസഖ്യമായിട്ട് ഈ പുത്തൻകുരിശ് ഭരണം നടത്തുമ്പോൾ ഇവർക്ക് ഒരു എക്സ്പ്ലനേഷനും ഇല്ല. ഞാൻ 7 ദിവസമായിട്ട് ചാനൽ ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ വടകോട് പുത്തൻകുരിശിന് മറുപടി ഉണ്ടോ? ഇല്ല. 2, ചൂരൽമല മുണ്ടക്കൈ നിങ്ങൾ പിരിച്ച പണം മുഴുവൻ അക്കൗണ്ടിലുണ്ട്, ജോയിൻ അക്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞു. ഒരു നയാ പൈസ ഏതെങ്കിലും അക്കൗണ്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ നിങ്ങളത് ചൂണ്ടിക്കാണിച്ചില്ല? പിന്നെ പറയുന്നു അവിടെ കല്ലിട്ടു, പെരപണി തുടങ്ങി, കെട്ടിടപ്പണി തുടങ്ങി. ആ കല്ലിന് മേൽ മറ്റൊരു കല്ല് കാണിച്ചു തരാൻ പറ്റുമോ? ഇത്തരം ചോദ്യങ്ങൾ തുടരെ ചോദിക്കുക. അപ്പോൾ അവസാനം ചോദിച്ചല്ലോ പ്രധാനമന്ത്രി. സാധാരണ പ്രധാനമന്ത്രി ഇവിടെ വന്നാൽ 1 സോമാലിയോട് നമ്മൾ ഉപമിച്ചു, 2 ശ്രീലങ്കയായിട്ട് ഉപമിച്ചു, 3 കേന്ദ്ര അന്വേഷണ ഏജൻസി സ്വർണ്ണക്കള്ളക്കടത്ത് പറയാതെ പോയിട്ടില്ല. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയപ്പോൾ എന്തോ പാക്കേജ് വരുമെന്ന് പറഞ്ഞു. ഒരു പാക്കേജും ഇല്ല. അതായത് കേരളത്തിൽ വന്ന് ഈ തവണ കേരളം എന്നുപയോഗിച്ച് തിരിച്ചുപോയി. ഒന്നും പറയാനില്ല പ്രധാനമന്ത്രിക്ക്. ശരിയാണോ? ഒരു സംശയവുമില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രൊജക്റ്റുകളിലും വലിയ വിഷയം. ഇപ്പോൾ എറണാകുളം തന്നെ നോക്കൂ, കഴിഞ്ഞ 70 വർഷമായി ഇടതും വലതും തിരിച്ചു ഭരിക്കുന്നുണ്ട്. എറണാകുളത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാ? അവരെങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ ഷിപ്പ് യാർഡ് ആയാലും, പോർട്ടായാലും, നേവൽ ബേസ് ആയാലും, സിഫ്നെറ്റ് ആയാലും, കയർ ബോർഡ് ആയാലും, അതുപോലെ തന്നെ ESIയുടെ ആശുപത്രി ആയാലും എല്ലാം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രമാണ് എറണാകുളം നിലനിൽക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് 1 രൂപ മുടക്കിയ ഒരു കാര്യം പറഞ്ഞതാണ്